വടകരയിൽ നിന്നും ശ്രീനി ടൗൺ ന്യൂസ്. വടകരയിലെ ഏക വനിതാ ക്ലബായ ലയൺസ് ക്ലബ് ഓഫ് വടകര തർജനി സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായി വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ രോഗികൾക്ക് കൂട്ടിരിക്കുന്നവർക്കായി 50 ബെഞ്ചുകൾ കൈമാറി. ചടങ്ങ് വടകര MP ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് ഓഫ് വടകരയുടെ വക വിലങ്ങാട് പ്രകൃതി ദുരന്തബാധിതർക്കായി ഒരു വീട് നിർമ്മിച്ചു നൽകാമെന്ന് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺസ് സുജിത് MJF സമാപന സമ്മേളന ചടങ്ങിൽ MP-ക്ക് വാക്ക് നൽകി. ഇന്ത്യയിലെ ആദ്യത്തെ ഓൾ വുമൺ സ്പെഷ്യാലിറ്റി വനിതാ ക്ലബ് എന്ന പദവി ലയൺസ് ക്ലബ് ഓഫ് വടകര തർജനിക്ക് സ്വന്തമാണ്. സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ്. പിന്നെ എന്നോട് പറഞ്ഞു തിരക്കുകൾക്കിടയിലും MP ഇവിടെ വന്നു. MP ഇവിടെ വന്നില്ലെങ്കിൽ ഈ കാര്യം നടക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ വന്നത്. ഞാനില്ലെങ്കിൽ അത് നടക്കില്ല എന്നാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പിന്നെ ആൾക്കാർ എന്ന് വിചാരിക്കാം. പക്ഷെ ഇത് നടക്കുമ്പോൾ എനിക്കും കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. 2 കാര്യം കൊണ്ടാണ്. ഒന്ന്, ഈ പറഞ്ഞ നല്ലൊരു ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. 2, എനിക്ക് നിങ്ങളെ കൊണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്കൊരു നിരന്തര തലവേദനയാവാൻ ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കും എന്നുള്ള ഉറപ്പും വാക്കും കൂടെ ഞാൻ ചെയ്യുന്നു. ബട്ട് അത് നിങ്ങൾ ഇനി അവിടെ ഇരിക്കുന്ന ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആലോചിച്ച് നോക്കുക. ദേ ഹാവ് സം അതർ പ്ലാൻസ്. ആ ദിവസത്തേക്ക് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വിചാരിച്ചതായിരിക്കും. അവരുടെ വരുമാനമായിട്ട് ബന്ധപ്പെട്ടോ അവരുടെ ഫാമിലി എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകാൻ തീരുമാനിച്ചവരാണ്. ബട്ട് അവർക്ക് വയ്യാതായി. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരേണ്ട ഒരു സാഹചര്യമാണ്. അത് ചിലപ്പോൾ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലായിരിക്കും, ചിലപ്പോൾ സമയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്കായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ തീരുമാനിച്ചു വെച്ച ദിവസമായിരിക്കും. ആ ദിവസം ഒരു കാര്യത്തിന് വേണ്ടി വരുന്നു. അപ്പോൾ അതുപോലെ അനേകം ആളുകൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു ഡെയിലി റൂഫിൽ നിന്ന് കണ്ടതല്ല. ഇങ്ങനത്തെ ഒരു പിക്ചർ വരുന്നതിൻ്റെ കാരണവും നമുക്കറിയാം. ഞാൻ അതിലേക്ക് വരുന്നത്. അപ്പം അങ്ങനെ ആ തിരക്കിൻ്റെ ഇടയിൽ വന്ന് നിൽക്കുമ്പോൾ ഈ അമ്മയും കൊണ്ട് വരുമ്പോഴോ മകളെയും കൊണ്ട് വരുമ്പോഴോ ഹസ്ബൻഡിനെയും കൊണ്ട് വരുമ്പോഴോ ഭാര്യയും കൊണ്ട് വരുമ്പോഴോ ഡോക്ടറെ കാണാനോ അടുത്തൊരു ടെസ്റ്റിനോ മെഡിസിനോ എന്തിനു വേണ്ടിയാണെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കായിരുന്നു എന്നൊരു സാധാരണ മനസ്സ് തോന്നുമ്പോൾ അതിനൊരു ഇടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ലുക്സ് സ്മോൾ ബട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് ആൻ ആക്ടിവിറ്റി. സാറും നമുക്കിനി എല്ലാ സഹായവും ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.